ജയൻ ചേട്ടന് സാമ്പത്തികമായി ഒരു അത്യാവശ്യം വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഓർണമെന്റ്സ് ജയൻ ചേട്ടന് നൽകിയത്. ഞാൻ അണിഞ്ഞിരിക്കുന്ന ഓർണമെന്റ്സ് ഡ്യൂപ്ലിക്കേറ്റാ. ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? അത് അവളോട് തന്നെ ചോദിക്കും. അത് മാഡത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തേക്കും. അയാളെ വിട്ടേക്ക്. സോറി ഫോർ ദ ട്രബിൾ സാർ. പോട്ടെ പ്രതാപ, നമുക്ക് ബാക്കി പ്രോഗ്രാംസിന്റെ കാര്യങ്ങൾ നോക്കാം. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോ അവള് മനസ്സറിഞ്ഞ് ചെയ്തതല്ലേ, നീ അത് ക്ഷമിച്ചളേ. ഇവൾ അങ്ങോട്ട് ചെന്ന് കേറിയിട്ട് എത്ര ദിവസമായി കാണും? ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ വീട്ടിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവൾ മനസ്സിലാക്കി. പക്ഷെ ഇപ്പോഴും ജനിച്ചു വളർന്ന കുടുംബത്തിന് അപമാനം ഉണ്ടാക്കാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ. നാളിതുവരെ ഇവൾക്ക് ഈ കുടുംബത്തിന് സന്തോഷവും അഭിമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മാലയെ കുറിച്ച് ഒരു കൂസലില്ലാതെ നീ പറഞ്ഞത് എല്ലാം നുണയല്ലേ? അതെങ്ങനെ? വളർന്നു വലുതാവും തോറും നീ നിന്റെ അമ്മയെ പോലെ ആകുകയല്ലേ? ഇപ്പൊ തികഞ്ഞു, എല്ലാം തികഞ്ഞു. അമ്മയെ പോലെ പറയുന്നതെല്ലാം നുണ, ചെയ്യുന്നതൊക്കെ തോന്നിവാസവും. കുടുംബത്തിന്റെ മാനം കളയാനും എന്റെ സ്വസ്ഥത കളയാനും ഈ ഭൂമിയിൽ പറഞ്ഞ രണ്ട് നാശിച്ച ജന്മങ്ങൾ. അത് രാജു, ഞാൻ പറഞ്ഞില്ലേ, ഞാനാ ജയൻ ചേട്ടന് ഓർണമെന്റ്സ് കൊടുത്തത്. എന്തിനാ ഋതിക മാഡം എന്നോട് ഈ നാടകം? മാഡം അളിയനെ സ്വർണം കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അതങ്ങ് വിശ്വസിച്ചു എന്നാണോ മാഡം കരുതുന്ന? സ്വർണം അളിയെ മോഷ്ടിച്ചതാണെന്ന് ഏകദേശം എല്ലാവർക്കും ബോധ്യമായതാ. പിന്നെ ഋതിക മാഡം അങ്ങനെ പറഞ്ഞപ്പോ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഉടമയ്ക്ക് പരാതിയില്ലെന്നായി. അതുകൊണ്ടാ പോലീസും അളിയനെ വെറുതെ വിട്ടത്. മാഡം എന്തിനാ അളിയനെ രക്ഷിക്കാൻ നുണ പറഞ്ഞത്? സ്വന്തം വീടാണെന്ന് പോലും ആലോചിക്കാതെ വീട്ടിൽ കയറി മോഷണം നടത്തിയ അളിയൻ കുറച്ചു ദിവസം അകത്ത് കിടക്കണായിരുന്നു. അതായിരുന്നു വേണ്ട. എന്താ രാജു അങ്ങനെ പറയുന്ന? സ്വന്തം വീട്ടിൽ നിന്ന് അനുവാദം ചോദിക്കാതെ വിലപിടിപ്പുള്ള സാധനങ്ങള് എടുത്തുകൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥയെക്കുറിച്ച് രാജു ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ജയൻ ചേട്ടന് അത്രയും പ്രധാനപ്പെട്ട എന്തോ ആവശ്യമുണ്ടായിരുന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ പ്രധാനപ്പെട്ട ആവശ്യം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. രാജുവിന് തോന്നുന്ന ഈ ദേഷ്യവും വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവും. ജയൻ ചേട്ടൻ മോഷണക്കുറ്റത്തിന് ജയിലിൽ പോയിരുന്നെങ്കിൽ പ്രിയ ചേച്ചിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഐഷുവിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? കള്ളൻ എന്ന പേര് ഒരു തവണ ഉണ്ടായ അത് പിന്നെ തേച്ചാലും മായ്ച്ചാലും പോവില്ല. രാജുവിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ആ പേര് ഞാൻ കാരണം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ജയൻ ചേട്ടന് സ്വന്തം തെറ്റ് മനസ്സിലായി കാണുമെന്ന എന്റെ വിശ്വാസം. ഇനി ഒരിക്കലും ജയൻ ചേട്ടൻ ആ തെറ്റ് ആവർത്തിക്കില്ല. അളിയൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ വർമ്മ സാറിന് ദേഷ്യം വന്നതും ഋതിക മാഡത്തിനെ സാറ് വഴക്ക് പറഞ്ഞതും? രാജു പ്ലീസ് വേണ്ട. ദയവേത് ഇനി ഇത് പറഞ്ഞ് ജയൻ ചേട്ടനുമായിട്ട് വഴക്കിന് പോവരുത്. പ്രിയ ചേച്ചി ആയുഷും ഒക്കെ അറിഞ്ഞ അവർക്ക് വിഷമാവും. സംഭവിച്ചതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് മറക്കാം. പ്ലീസ് രാജു. ശരി. രാജു വിഷമിക്കാതെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഡ്രസ് കൂടി എടുത്തു വെക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. പെട്ടെന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതില് മാഡത്തിന് വിഷമമില്ലേ? അതിന് നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ രാജു? ഒരു ഫംഗ്ഷൻ കൂടെ വന്നതല്ലേ. എപ്പോഴെങ്കിലും ഇതുപോലെ എനിക്കിവിടേക്ക് വരാൻ പറ്റൂന്നേ. അവൾക്കൊരു കുറവുണ്ടാകുകയോ അത് കണ്ടു നിൽക്കുന്നവർ അവളെ പരിഹസിക്കാനോ പാടില്ല. അതെനിക്ക് കുറച്ചിലാണ്. ചേച്ചിയോട് ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. ചേച്ചിക്ക് ഞാൻ എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാ ചെയ്യ്.
ഞാൻ ഇറങ്ങുന്നു, നാളെ വരും. രമേശ, വണ്ടി എടുക്ക്. അംബിക മാഡം, ഈ ശാന്തി മുഹൂർത്തത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഈ നാട്ടിലെ രീതി അല്ലല്ലോ. വർമ്മ സാറിനെ എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന? ഞങ്ങള് വീട്ടിലേക്ക് പൊക്കോളാം. രാജു, നീ കഴുത്തിൽ താലി കെട്ടിയതേ ഈ കുടുംബത്തിലെ രാജകുമാരിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ അംബികയാണെന്ന് നിനക്കറിയാലോ. നീ എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയെന്ന് പ്രതാപൻ അറിഞ്ഞ എന്തുണ്ടാവൂന്ന് അറിയാലോ. ഋതുമോളെ, നിന്റെ ഭർത്താവിനെ വിളിച്ച് നീ മുറിയിലേക്ക് ചെല്ല്.